വലിയ ആവേശമാണ് UDF ക്യാമ്പിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യരും VK ശ്രീകണ്ഠനും PC വിഷ്ണുനാഥും N ഷംസുദ്ദീനും PK ഫിറോസും ഒക്കെ ഈ വാഹനത്തിൽ അൻവർ സാദത്തുമൊക്കെ ഈ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. പ്രവർത്തകരുടെ ഒരു വലിയ നിര, പ്രത്യേകിച്ച് യുവാക്കൾ, അവർ ഈ വലിയ ശബ്ദഘോഷങ്ങളും വാദ്യമേളങ്ങളുമൊക്കെയാണ്. അതിൽ നൃത്തച്ചുവടുകൾ വെച്ചും ഇതാ ഇപ്പോൾ ഒരു പെൺകുട്ടി മധുരം വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ വരുന്ന വഴിയിലാകെ മധുരം വിതരണം ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു. പലയിടങ്ങളിലും ഹാരാർപ്പണം, ചിലയിടങ്ങളിൽ ഷാളണീക്കൽ, അങ്ങനെ ആവേശോജ്വലമായ സ്വീകരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനും വലിയ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പതുക്കെയാണ് അത് കടന്നു പോകുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിൽ നിന്ന് ആരംഭിച്ച ജാഥയാണ് ഇപ്പോൾ ഒരുപാട് സമയം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും ഇത് ഇപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ചുറ്റി കോട്ടമൈതാനത്തേക്ക് പോകാനാണ് ആ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഉടൻ തന്നെ എത്തും. നമുക്കറിയാം, നമ്മുടെ കലാശക്കൊട്ടൊക്കെ നടന്ന വളരെ ആവേശകരമായ കലാശക്കൊട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് നടന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രകടനം എത്തിക്കൊണ്ടിരിക്കുന്നത്. തുറന്ന വാഹനത്തിൽ യുവ നേതാക്കൾ, കോൺഗ്രസിന്റെ യുവനിരയാകെ ഈ തുറന്ന വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ യുവനിര തന്നെയാണ് ഇവിടുത്തെ പ്രചരണം നയിച്ചതും. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന്റെ പങ്ക്, അല്ലെങ്കിൽ ഈ വിജയത്തിന്റെ പ്രധാന പങ്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെയാണ്, ഈ യുവ നേതാക്കൾക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു വാഹന ജാഥയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിജയജാഥയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അത്യധികം ആവേശത്തിലാണ് പ്രവർത്തകർ. കാരണം അത്രയേറെ വീറും വാശിയും ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ അടി തിരിച്ചടി എന്ന മട്ടിൽ തുടക്കത്തിൽ പി സരിൻ എതിർപ്പാളയത്തിലേക്ക് ചേക്കേറിയത് മുതൽ കോൺഗ്രസ് നേരിട്ട അഗ്നിപരീക്ഷകൾ ചെറുതല്ല. അതുപോലെ തന്നെ നീലപ്പെട്ടി വിവാദം, പിന്നീട് ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ കടന്നു വന്നു. അതിന് പിന്നാലെ സിറാജ് പത്രത്തിലും അതുപോലെ തന്നെ സുപ്രഭാതം പത്രത്തിലും ഉണ്ടായ പരസ്യം, അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾ, അപ്രതീക്ഷിത ടിക്സുകൾ, ഇതിനിടയിൽ പാർട്ടി വിട്ടുപോയവർ കുറവല്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു മഹാവിജയത്തിലേക്ക് എത്തിയത്. ഈ വിജയം എന്ന് പറയുമ്പോൾ തൻ്റെ മുൻഗാമിയായ ഷാഫി പറമ്പിലിനേക്കാൾ ഭൂരിപക്ഷം നേടാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ ഏകമനസ്സോടെ കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന കാര്യം. കാരണം അതിനു മുൻപ്, അതായത് ഈ നീലപ്പെട്ടി വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് കോൺഗ്രസിനകത്ത് തന്നെ പലതരത്തിലുള്ള പടലപ്പിണക്കങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്നുപറച്ചിലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നീലപ്പെട്ടി വിവാദമൊക്കെ വന്നു കഴിഞ്ഞതോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നേറുന്നതാണ് പിന്നീട് കണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചു, പ്രചരണ രംഗത്ത് ഏറ്റവും സജീവമായി. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ചരിത്ര ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതിന്റെ ഒരു വിജയം ഷാഫി പറമ്പിലിന്റെ വിജയം കൂടിയാണല്ലോ. നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് മുതൽ ഷാഫി പറമ്പിലിനെ നേരിടേണ്ടി വന്ന വ്യക്തിപരമായ ചില വിമർശനങ്ങളുണ്ട്. അത് പാർട്ടിക്കകത്ത് നിന്നായിക്കോട്ടെ പുറത്തു നിന്നായിക്കോട്ടെ. അവിടെ ആ ജില്ലയിൽ മറ്റൊരു നേതാവിനെയും വളരാൻ കഴിയാത്ത വിധം ഷാഫി പിടിമുറുക്കുന്നു എന്ന വിമർശനം, ഷാഫി അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള വിമർശനം, മറ്റുള്ളവരെ തഴയുന്നു എന്ന വിമർശനം. അതിനൊക്കെ ഇടയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ഈ മണ്ഡലം നിലനിർത്തും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഷാഫി നടത്തിയ പ്രചാരണം, ഷാഫിയാണ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ തിളക്കമാർന്ന വിജയത്തിൻ്റെ അവകാശം, അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു പ്രധാനമായൊരു കാര്യം ഷാഫിയാണല്ലോ തനേഷ്. റിജിത്ത്, ഇത് ഷാഫി പറമ്പിലിന്റെ വിജയം തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയാൻ കഴിയും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം വളരെ നേരത്തെ തന്നെ അത് അങ്ങനെ തന്നെയാകും, ഷാഫിയുടെ നോമിനിയാണ് എന്നുള്ള ഒരു പ്രചരണം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ചെറിയ വിമർശനങ്ങളും ഷാഫി പറമ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് നൽകാനുള്ള തീരുമാനം AICC എടുത്തത്. അതിനുശേഷം ഷാഫി പറമ്പിൽ സ്വന്തം നിലയിൽ മത്സരിക്കുന്നത് പോലെ തന്നെയാണ് ഈ മണ്ഡലത്തിലുണ്ടായിരുന്നത്. എല്ലാ പ്രചരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി, എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകി. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇത് ഷാഫി പറമ്പിൽ മുന്നിൽ നിന്ന് നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് മത്സരിച്ചാൽ എങ്ങനെയായിരിക്കും, എത്രമാത്രം ആത്മാർത്ഥത ഷാഫി പറമ്പിൽ ഉണ്ടാകും, അതേ തോതിൽ അതേ നിലയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ യുവനിരയാകെ ഇവിടെ മത്സര രംഗത്തേക്ക് വരികയും ഈ പ്രചരണ രംഗം വളരെ സജീവമാക്കുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഒരു ആവേശവും കലാശക്കൊട്ടി ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ്. കോൺഗ്രസിന്റെ ഭാവി നേതൃനിരയിലേക്ക് ഉയർന്നു വരേണ്ട ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിന്റെ കഴിവ്, ഇവിടെ വളരെ കൃത്യമായി സംഘാടന മികവ്
കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സന്ദീപ് വാര്യരുടെ സാന്നിധ്യം. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോഴുണ്ടായ വിമർശനങ്ങൾ, ഇടതുപക്ഷം അതിനെ നേരിട്ട രീതി, ഇതൊക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരിവെച്ചിരുന്നു. പക്ഷേ അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് BJPയുടെ പാളയത്തിൽ നിന്ന് വോട്ടുകൾ ഒഴുകിപ്പോയിരിക്കുന്നു. അത് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിന്റെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചിരിക്കുകയാണ്.